ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി കൂന്തലിൻ്റെ പീരയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക, അത്രക്കും ടേസ്റ്റാണ്. അതും തന്നെയല്ല, ഇതൊരു സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോഗ്രാം കൂന്തലുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത് നന്നായി കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിക്കാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കൂന്തൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടും. കൂന്തലിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പീര റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് തേങ്ങ ചിരവിയത്, അതിലേക്കൊരു 10 കുരുമുളക്, 6-7 വെളുത്തുള്ളിയും അത്രയും തന്നെ ചുവന്നുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പകുതി സവാള, 2 കഷ്ണം ഇഞ്ചി, പിന്നെ വീട്ടിലുണ്ടായിട്ടുള്ള എരിവുള്ള 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഒഴിച്ച് ബാക്കിയല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിലിട്ടിട്ട്. അപ്പോൾ ഇവിടെ ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്കൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ വേപ്പിലയും കൂടിയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാ ചമ്മന്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള കൂന്തൽ ഇട്ട് കൊടുക്കാം. ഇനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കൂന്തലിൽ നേരത്തെ നമ്മൾ വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി കൂന്തലിൻ്റെ പീര റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ.